റീക്യാപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ ബോറിംഗ് ആവാം, പക്ഷെ ബോറിംഗ് ദർ ഇസ് എ വേ ഇൻ വിച്ച് ഹി ഡസ് ഇറ്റ് വണ്ടർഫുള്ളി വെൽ, ഗ്രേസ്ഫുള്ളി. ഇല്ലേ, 3 തവണ പറഞ്ഞ കാര്യം ശരിയല്ലേ? 3 തവണ പറഞ്ഞിട്ടും യു നെവർ ഫെൽറ്റ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കും, യു നെവർ ഫെൽറ്റ് ദാറ്റ് ഹി ഈസ് റിപ്പീറ്റിംഗ് ഇറ്റ് ത്രൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇരിക്കണം. ആദ്യം ഒരുപാട് പേര് ടീച്ചേഴ്സൊക്കെ ആവാനുള്ളവരാണ്. അപ്പോൾ ടീച്ചിങ്ങിലാകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ്. അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയും വേണം ഡെഫിനറ്റ്ലി. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഡേറ്റ പറയാനൊരു വലിയ കഥയില്ല. കാരണം ഡേറ്റ ഈസ് ആക്സസിബിൾ വിത്ത് ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗർ. ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങളുടെ കാലത്തുള്ള ആൾക്കാർമാരി ഒരു പ്രൊഫസർ ഒന്നും നോക്കാം, ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറയാം, ഒരു പുസ്തകവും നോക്കാണ്ട് പ്രൊഫസർ വന്നിട്ട് ഷേക്സ്പിയർ മുഴുവൻ പെട്ടയ്ക്കല്ലേ. നമ്മുടെ ടിപ്പിക്കൽ മമ്മൂട്ടി മോഹൻലാൽ റോളിൽ ഷേക്സ്പിയർ പറഞ്ഞിട്ട് നായികമാരെ അമ്പരിപ്പിക്കുന്ന ആ കാലം കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഈ ഏറ്റവും നല്ല ടീച്ചർ, ഞാൻ എത്ര നന്നായി ക്ലാസ് എടുത്താലും എന്നെക്കാളും 10 ഇരട്ടി ഭംഗിയിൽ ഉള്ള ഇംഗ്ലീഷ് പ്രൊഫസേഴ്സിന് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഒറ്റ ഞെക്കിൽ കിട്ടുമ്പോൾ പിന്നെ എൻ്റെ ക്ലാസ് തരും. അപ്പോൾ ഒരുപാട് ഡേറ്റ് കൊടുക്കുന്നതിലല്ല, ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ക്ലാസ്സിൽ വന്ന കുട്ടികൾക്ക് കുറച്ച് അതിലേക്ക് ഓറിയൻറ്റഡ് ആക്കുക എന്നുള്ളതിനാണ് പ്രധാനം. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞോളൂ. ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള ഒരു പക്ഷേ സ്കൂൾ ലെവലിലുള്ള കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഹയർ ലെവലിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വളരെ ക്ലിയർ ആയി എന്നർത്ഥം. ക്ലിയർ ആയെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോഴും ക്ലിയർ ആയി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിറ്റൈൻഡ്. ആ തരത്തിലാണ് ആളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഫോർ ദ വേ ഹി കണ്ടക്റ്റഡ് ദ ക്ലാസ്. ബ്യൂട്ടിഫുൾ കണ്ടക്ട്. ദേവനന്ദനെ ഞാൻ കണ്ടപ്പോൾ